ആത്മാർത്ഥത ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണത്. ഈ ആത്മാർത്ഥതയുള്ളവർ ചെയ്യുന്ന പണിയിലുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും, അതിന് നല്ലൊരു എൻഡ് ഉണ്ടാവും, അതിൽ തെറ്റുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടി ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തത് നമുക്ക് തോന്നും. അത് ആ ക്വാളിറ്റി നമ്മളെപ്പോഴും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ആത്മാർത്ഥതയായിട്ടൊക്കെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കയ്യടിയൊക്കെ കിട്ടിയെന്നൊന്നും വരില്ല. ഞാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട് ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് പണിയെടുത്ത്, പക്ഷെ അവരതൊന്നും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിഷമം ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മൾ വിഷമിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ വിഷമിച്ചാൽ നമ്മുടെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഭംഗിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഉറപ്പിച്ച് പോകണം. ദ അതർ പാർട്ടി നമ്മൾ ആർക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ചെയ്തു കൊടുത്തതായിരിക്കാം, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യേ അല്ലെങ്കിൽ അവരതിനെ തള്ളിക്കളയേ എന്തോ ചെയ്തോട്ടെ, അത് നമ്മൾ നോക്കണ്ട. അതും ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കൂട്ടിക്കുഴക്കരുത്. അതേപോലെ ഞാൻ ഇത്രയും ശമ്പളം തന്നു അപ്പോൾ ഇത്ര സിൻസിയറിറ്റി ഇടാം, അപ്പം നമുക്ക് ഇത്രയും ശമ്പളം തന്നുള്ളൂ അപ്പോൾ സിൻസിയറിറ്റി ഒക്കെ കുറച്ച് കുറയ്ക്കാം, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വളരില്ല, നമ്മൾ ഒരു വർക്കും പഠിക്കില്ല. നമ്മൾ ചെയ്യുന്ന വർക്കുകളിലൊക്കെ എന്തുണ്ടാവും, തെറ്റ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും നോക്കാതെ നമ്മുടെ വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഭംഗിയായി ചെയ്തു വരുമ്പോൾ ഒരു വർക്ക് ചെയ്തതിനേക്കാൾ രണ്ടാമത്തെ വർക്ക് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഭംഗി കൂടും എന്നുള്ള മാത്രമല്ല ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഈ ക്വാളിറ്റി എല്ലാവർക്കും ഇല്ല, ഈ സിൻസിയറിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി. അതുകൊണ്ട് അത് ഇല്ലാത്തവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം, ഇനി ഉള്ളവരാണെങ്കിൽ അത് കൂട്ടി വരും ചെയ്യാം. ഒരിക്കൽ ഈ സിൻസിയറിറ്റി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, പിന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബാക്കിലേക്ക് നമ്മൾ പോവില്ല, പിന്നെ അത് കൂടുക തന്നെ ചെയ്യുള്ളൂ. നമുക്ക് സിൻസിയർ അല്ലാതെ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണിത്. അപ്പം അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് മറ്റുള്ളവരതിനെ എങ്ങനെ വിലയിരുത്തി, മറ്റുള്ളവരതിനെ എങ്ങനെ, അതൊന്നും അതിൽ നോക്കരുത്. നമ്മളുടെ സിഗ്നേച്ചറാണ് നമ്മുടെ സിൻസിയറിറ്റി, ആത്മാർത്ഥത എന്ന് പറയുന്നത്. സോ പ്രൊസീഡ്, മുന്നോട്ട് എപ്പോഴും പോകണം. എന്ത് ചെറിയ വർക്ക് ചെയ്യുമ്പോഴും അതിലെന്തുണ്ടാവണം, ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യണം. താങ്ക് യു.